നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. പുത്തൂർ നടത്തറ പഞ്ചായത്തുകളിൽ 2024 പ്രളയത്തിൽ വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചവർക്കുള്ള ധനസഹായം മന്ത്രി കെ രാജൻ വിതരണം ചെയ്തു. ലയൺസ് ക്ലബ് ഓഫ് മണ്ണുത്തി അഗ്രിസിറ്റി 200 പേർക്ക് വീൽ ചെയറുകൾ നൽകുന്ന ചടങ്ങ് അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്തു. കേരള NGO യൂണിയൻ PG ഏരിയ കമ്മിറ്റി നടത്തിയ വിദ്യാലയ ശുചീകരണം നടത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഇന്റർനാഷണൽ കോൺഗ്രസ് വെട്ടുക്കാട് 172 നമ്പർ ബൂത്ത് മികവ് 2025 എന്ന പരിപാടി സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. പുത്തൂർ നടത്തറ പഞ്ചായത്തുകളിൽ 2024 പ്രളയത്തിൽ നാശനഷ്ടം സംഭവിച്ച വീടുകൾക്കുള്ള ധനസഹായം മന്ത്രി കെ രാജൻ വിതരണം ചെയ്തു. മൂർക്കനിക്കര സ്കൂൾ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ, നടത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം KV സജു, നടത്തറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR രജിത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിനി പ്രദീപ് കുമാർ, നടത്തറ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PK അഭിലാഷ്, EN സീതാലക്ഷ്മി, പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. കുമാരൻ ശ്രീ ചാലിശ്ശേരി, ദേവസി മാധവൻ ഭാര്യ നിന്നുള്ള 50,000 രൂപ, CMDR SDRF നിന്നുള്ള 50,000 രൂപ നൽകുന്നു. ശേഷം കേരളത്തിന്റെ കാലാവസ്ഥാ വിശേഷങ്ങളാകെ മാറി കാലാവസ്ഥാ പ്രവചനങ്ങൾക്ക് അതീതമായിട്ടുള്ള ഒരു നാടായി കേരളം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന ഭീകരത നമുക്കിടയിലുണ്ടാവുക. കേന്ദ്ര കാലാവസ്ഥാ പ്രവചന വകുപ്പിൻ്റെ നിർദ്ദേശം മാത്രമല്ല, IMDയും IBM വെതറും GFSഉം സ്കൈമെറ്റും MCCDWFും ഉൾപ്പെടെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്ക് നൽകുന്ന വിവരങ്ങൾ പോലും ലഭ്യമാകാൻ കഴിയുന്ന വിധത്തിലുള്ള പ്രവചനങ്ങളെ നാം സ്വാംശീകരിച്ചിട്ടും പൂർണ്ണതോതിൽ ഈ ദുരന്തങ്ങളെ ഒഴിവാക്കാൻ സാധ്യമല്ലാതെ നമ്മുടെ കൂടി ഇടപെടൽ അനിവാര്യമാണ് എന്ന് കാണേണ്ടിയുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ട് ഉൾപ്പെടെയുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ പ്രത്യേകമായിട്ട് സൂചിപ്പിക്കട്ടെ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള മഴയിൽ നമ്മൾ പരക്കെ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം മരങ്ങൾ വീണിട്ടുള്ള അപകടങ്ങളാണ്. സാധാരണ നിലയിൽ വരേണ്ടതിൻ്റെ 8 ദിവസം മുമ്പ് മൺസൂൺ വന്നു എന്ന് മാത്രമല്ല, മൺസൂണിൻ്റെ കാറ്റും അതിതീവ്രമായിട്ട് വരികയാണ്. ഇന്നലിപ്പോൾ ഏറ്റവും കൂടുതൽ കാറ്റ് വീശിയിട്ടുള്ളത് കൊച്ചിയിലെ റഡാറിൻ്റെ കണക്കനുസരിച്ച് 45 കിലോമീറ്റർ വേഗതയിൽ പൊന്മുടിയിലാണ്. പൊന്മുടിയിലും കുമരകത്തും സംസ്ഥാനത്തിൻ്റെ വിവിധ മേഖലകളിലുമൊക്കെ 35 കിലോമീറ്റർ മുതൽ 50 കിലോമീറ്റർ വരെ ശക്തമായിട്ടുള്ള കാറ്റുണ്ടായിട്ടുണ്ട്. 4 ദിവസം മുമ്പ് കൊച്ചിയിലെ റഡാർ രേഖപ്പെടുത്തിയ ഏറ്റവും സ്പീഡിലുള്ള കാറ്റ് 85 കിലോമീറ്റർ മുതൽ 90 കിലോമീറ്റർ വരെ വേഗതയിലുള്ളത്. അതുകൊണ്ട് കാലവർഷം ശക്തി പ്രാപിക്കുമ്പോൾ ഈ ഒരാഴ്ചക്കാലം, ഇന്നും നാളെയും മറ്റന്നാളുമാണ് തീവ്രമായിട്ടുള്ള മഴയെങ്കിലും 5-ാം തീയതി വരെ പരക്കെ മഴ നല്ല വെള്ളത്തോടു കൂടി പെയ്യാനുള്ള സാധ്യതയാണ്. മനസ്സിനകത്ത് മറക്കാത്ത 2018 പ്രളയങ്ങളിൽ നമ്മുടെ മണ്ഡലത്തിലെ ഒരു സ്ഥിതിവിശേഷം, നമ്മുടെ വെട്ടുകാട് പ്രദേശത്തുണ്ടായിട്ടുള്ള സോയിൽ പൈപ്പിംഗ്. ലയൺസ് ക്ലബ് ഓഫ് മണ്ണുത്തി അഗ്രിസിറ്റി 200 പേർക്ക് വീൽ ചെയറുകൾ നൽകുന്ന ചടങ്ങ് തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് നിർവഹിച്ചു. ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ ഡിസ്ട്രിക്ട് ഗവർണർ ജെയിംസ് വളപ്പില അധ്യക്ഷനായി. P. ബാലചന്ദ്രൻ MLA, ടോണി ഏനോക്കാരൻ, സുരേഷ് വാര്യർ തുടങ്ങിയവർ സംസാരിച്ചു. ED ദീപക്, MD ഇഗ്നേഷ്യസ് എന്നിവർ പരിപാടികൾ ഏകോപിപ്പിച്ചു. ഫാദർ സോളമൻ ചടങ്ങിൽ പങ്കെടുത്തു.
ഡിസ്ട്രിക്ട് ഗവർണർ ടി ജയകൃഷ്ണൻ സ്വാഗതവും ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് സെക്രട്ടറി KS പ്രവീൺ നന്ദിയും അറിയിച്ചു. ചാരിറ്റബിൾ പ്രവർത്തനങ്ങൾക്ക് പ്രത്യേകിച്ചും ഹ്യൂമാനിറ്റേറിയൻ ആക്ടിവിറ്റീസിന് പൊതുസമൂഹത്തിൻ്റെ പേരിൽ തൃശ്ശൂരിൻ്റെ പേരിൽ പ്രത്യേകമായിട്ടുള്ള എല്ലാ ലൈൻസിനും നന്ദി രേഖപ്പെടുത്തുകയാണ്. വലിയ സന്തോഷമുണ്ട് കേൾക്കുമ്പോൾ. കേരളത്തിൽ തന്നെ ഏകദേശം 400ഓളം വീടുകൾ പണിതു കഴിഞ്ഞതാണ് ലയൺ ടോണി എന്നോട് ഇപ്പോൾ തന്നെ സൂചിപ്പിച്ചത്. ചൂരൽമലയിൽ വലിയ പ്രവർത്തനങ്ങളോടൊപ്പം ആശുപത്രിക്ക് ഇതാ ലയൺസ് ആരംഭം കുറിച്ചിരിക്കുന്നു. ഇന്ന് പ്രത്യേകിച്ച് വലിയ സന്തോഷമുള്ളത് ലയൺസ് ജെയിംസ് വളപ്പലിക്ക് കിട്ടിയ, തൃശ്ശൂരിന് കിട്ടിയ സംഖ്യ അങ്ങനെ തന്നെ പാവപ്പെട്ടവർക്കായി, വളരെ പ്രത്യേകിച്ച് സമൂഹത്തിൽ വേദനിക്കുന്നവർക്കായി അത് 500 വീൽ ചെയർ, അതിൽ 200 എണ്ണം ഇപ്പോൾ നൽകുന്നു. അതുകൊണ്ട് നമുക്ക് വേണ്ടി അമേരിക്കയിൽ പോയി പ്രചാരണം നടത്തി നമുക്ക് വേണ്ടി കിട്ടിയ 10,000 രൂപ നമ്മുടെ സമൂഹത്തിന് നൽകാൻ നേതൃത്വം കൊടുത്ത ജെയിംസ് വളപ്പിലേക്ക് ലയണിന് പ്രത്യേകമായ വിധത്തിൽ ഒരു നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. മാത്രമല്ല തൃശ്ശൂർ മന്ന എന്ന പേരിൽ ഏകദേശം 400ഓളം പേർക്ക് ദിവസവും ഭക്ഷണം നൽകുന്നു എന്നറിയുന്നതിനുള്ള സന്തോഷം. അപ്പോൾ ഈ ഹ്യൂമാനിറ്റേറിയൻ 8 മേഖലകൾ പറഞ്ഞു, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹ്യൂമാനിറ്റേറിയൻ ആക്ടിവിറ്റീസ് തന്നെയാണ്. അങ്ങനെ നൽകുന്ന ലയൺസ് ക്ലബ് നൽകുന്ന സേവനങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് മാർഗദർശകമാണ്. വളരെയേറെ നന്ദി പറയേണ്ടതാണ്. ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളെ സഹായിക്കാൻ, സഹകരിക്കാൻ എല്ലാ നല്ല മനുഷ്യരോടും ഞാൻ പ്രത്യേകിച്ച് ആഹ്വാനം ചെയ്യുകയാണ്. ലയൺസ് ക്ലബ്ബ് ഇപ്പോൾ പറഞ്ഞ് 108 വർഷമായതുകൊണ്ട് ലയൺ എന്ന് പറയുമ്പോൾ അത് ശരിക്കും സിംഹഗർജനമല്ല, സിംഹസ്നേഹമാണ്. അങ്ങനെ പ്രവർത്തിക്കുന്ന ലയൺസിൻ്റെ പ്രത്യേക ഭാഗത്തിൽ നമുക്ക് എല്ലാവർക്കും നന്ദിയുണ്ട്. ഞാനിപ്പോൾ ഇവിടെ വളരെയേറെ പെരിങ്ങാവ് വില്ലേജ് ഓഫീസ് ഇനി അടച്ചിടേണ്ട അവസ്ഥയില്ല. ജീവനക്കാർ ചുമതല എടുത്തതോടെ ഓഫീസ് അടച്ചിടൽ പ്രതിസന്ധി ഒഴിവായി. ലീവിൽ പോയ ജീവനക്കാരനും പുതിയതായി നിയമനം ലഭിച്ച ജീവനക്കാരനും ട്രാൻസ്ഫർ ഓർഡർ പ്രകാരം മറ്റൊരാളും ജോലിയിൽ ജോയിൻ ചെയ്തതോടെ പ്രതിസന്ധി ഒഴിവായി. പാട്ടുരായ്ക്കൽ, കിഴക്കുംപാട്ടുകര, ചെമ്പുക്കാവ്, മുക്കാട്ടുകര, പെരിങ്ങാവ് ഡിവിഷനുകൾ ഉൾപ്പെട്ടതാണ് പെരിങ്ങാവ് വില്ലേജ് ഓഫീസ്. വേണ്ടത്ര ജീവനക്കാർ ഇല്ലാത്തതുമൂലം പൊതുജനങ്ങൾക്ക് വിവിധ സേവനങ്ങൾ നൽകാനാകാത്ത സ്ഥിതിയും ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് വില്ലേജ് ഓഫീസർ പുറത്തുപോകേണ്ടി വരുമ്പോൾ ഓഫീസ് പൂട്ടിപ്പോകേണ്ട അവസ്ഥയും ചൂണ്ടിക്കാട്ടി CTV കഴിഞ്ഞ ദിവസം വാർത്ത നൽകിയിരുന്നു. വില്ലേജ് ഓഫീസിൽ ജീവനക്കാർ ഇല്ലാത്തതുമൂലമുള്ള ജനങ്ങളുടെ ദുരിതം ശ്രദ്ധയിൽപ്പെട്ട കൗൺസിലർ ജോൺ ഡാനിയൽ
റവന്യൂ മന്ത്രിയോട് പ്രതിസന്ധി ധരിപ്പിക്കുകയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് നടപടിയെടുക്കാൻ നിർദ്ദേശം നൽകിയതോടെയുമാണ് വില്ലേജ് ഓഫീസിൽ പുതിയ ജീവനക്കാരെ നിയമിച്ചത്. മണ്ണുത്തി ചിറക്കാക്കോട് റോഡരികിലെ കാനകളിൽ മണ്ണ് നിറഞ്ഞ് മഴവെള്ളം റോഡിലൂടെ ഒഴുകുന്നതിൽ നാട്ടുകാർ പ്രതിഷേധിച്ചു. പ്രതിഷേധത്തെ തുടർന്ന് നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ സ്ലാബുകൾ നീക്കി മണ്ണ് മാറ്റുന്നു. എന്നാൽ ചിറക്കാക്കോട് റോഡിന്റെ ഇരുവശങ്ങളിലൂടെയും വരുന്ന വെള്ളം ദേശീയപാത സർവീസ് റോഡിൽ എത്തിയാൽ പിന്നെ എവിടേക്ക് പോകുമെന്ന കാര്യം PWD അധികാരികൾക്ക് പ്രശ്നമല്ല. സർവീസ് റോഡിൽ വെള്ളം കയറി യാത്രാ പ്രശ്നങ്ങൾ ഉണ്ടായാൽ വീണ്ടും പ്രതിഷേധ പരിപാടികൾ ആരംഭിക്കുമെന്ന് നാട്ടുകാർ പറയുന്നു. ഇത്തരം ചെപ്പടി വിധികൾ കാട്ടി നാട്ടുകാരെ കബളിപ്പിക്കാതെ മഴവെള്ളം ഒഴുക്കിക്കളയാൻ ആവശ്യമായ സംവിധാനം ഒരുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. മണ്ണുത്തി തൃശൂർ റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരങ്ങളുടെ ശിഖരങ്ങളും വെട്ടിനീക്കുന്നുണ്ട്. മഴക്കെടുതി വടക്കാഞ്ചേരി മണ്ഡലം ഏകോപന യോഗം ചേർന്നു. ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും അടിയന്തര യോഗം സേവ്യർ ചിറ്റിലപ്പള്ളി MLA അധ്യക്ഷതയിൽ വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ ചേർന്നു. വിവിധ വകുപ്പുകൾ നടത്തിയ പ്രവർത്തനങ്ങളുടെ അവലോകനവും മഴക്കെടുതി കുറയ്ക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളും ചർച്ച ചെയ്തു. തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ അവതരിപ്പിച്ചു. അടിയന്തരമായി നടത്തേണ്ട പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ വകുപ്പുകൾക്ക് MLA നിർദ്ദേശം നൽകി. 2018 പ്രളയത്തിൽ കുറാഞ്ചേരി മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് അപകടകരമായ രീതിയിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റാൻ വനം വകുപ്പിനോട് നിർദ്ദേശിച്ചു. പുഴയിൽ വെള്ളം കുറയുന്ന മുറയ്ക്ക് മാത്രമേ വാഴാനി ഡാമിലെ അധിക ജലം നിയന്ത്രിക്കാൻ ഒഴുക്കിവിടുകയുള്ളൂ. അപകടാവസ്ഥയിലുള്ള മരങ്ങളും ശിഖരങ്ങളും മുറിച്ചു മാറ്റും. കോൾ നിലങ്ങളിലും പാടശേഖരങ്ങളിലും ബണ്ടുകളോട് ചേർന്ന് രൂപപ്പെടുന്ന ചണ്ടിയും ചളിയും മാലിന്യങ്ങളും നീക്കം ചെയ്യും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളും റവന്യൂ, ജല അതോറിറ്റി, KSEB, പൊതുമരാമത്ത്, തദ്ദേശ സ്വയംഭരണം, ആരോഗ്യം തുടങ്ങി വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥന്മാരും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. സംബന്ധിച്ചിടത്തോളം അടിയന്തര പ്രാധാന്യത്തോടു കൂടി ഇടപെടേണ്ടതും പരിഹരിക്കേണ്ടതുമായ കാര്യങ്ങൾ ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ തലത്തിൽ ഒട്ടേറെ പ്രശ്നങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ടാകും. പൊതുവിൽ ആ വന്ന പ്രശ്നങ്ങൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും നിയോജക മണ്ഡലം തലത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നോഡൽ ഓഫീസറെ, പ്രത്യേകിച്ച് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സെക്രട്ടറിയെ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് വരുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകൾ അത് പരിഹരിക്കാൻ ആവശ്യമായ മുൻകൈ എടുക്കുകയും അതിന് പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പൊതുവിൽ ഒരു ധാരണയാക്കാൻ വേണ്ടിയാണ് പ്രാഥമിക തലത്തിൽ ഈ ഒരു മീറ്റിംഗ് അടിയന്തരമായി വടക്കാഞ്ചേരി നിയോജക മണ്ഡല അടിസ്ഥാനത്തിൽ ചേർന്നത്. അതത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൺട്രോൾ റൂം ആരംഭിക്കുകയും ചില നടപടികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനെ ഏകോപിപ്പിക്കുക എന്നതാണ് ഈ മീറ്റിംഗ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ ആദ്യം ഇറിഗേഷനെ പിടിക്കാനിടയായ കാരണം, കേന്ദ്ര സർക്കാർ അംഗീകൃത തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാം. ബിസിൽ ട്രെയിനിംഗ് ഡിവിഷൻ നടത്തുന്ന ഡിപ്ലോമ കോഴ്സുകളായ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, മോണ്ടിസോറി ആൻഡ് പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് തുടങ്ങിയ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു. SSLC, +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 799-444-9314 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 55 വയസ്സിന് താഴെ പ്രായമുള്ള വിധവകളായ സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ ചെയ്യാൻ 30,000 രൂപ ധനസഹായം നൽകുന്ന സഹായഹസ്തം പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം. ഓൺലൈൻ വഴി മാത്രമേ അപേക്ഷ സ്വീകരിക്കുകയുള്ളൂ. ഒക്ടോബർ 1 വരെ സമയമുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് വനിതാ ശിശു വികസന വകുപ്പിന്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക. www.schemes.wcd.kerala.gov.in. ഫോൺ നമ്പർ 0487236150. ഇടവേള. മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ.
വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, പിന്നെ? റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വാർത്തകൾ തുടരുന്നു. കേരള NGO യൂണിയൻ PG ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അധ്യയന വർഷം തുടങ്ങുന്നതിന് മുന്നോടിയായി വിദ്യാലയ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. മൂർക്കനിക്കര ഗവൺമെന്റ് UP സ്കൂളിൽ നടത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ഏരിയ സെക്രട്ടറി ഫിറോസ്, വൈസ് പ്രസിഡന്റ് ഫ്രാൻസിസ്, രാജേഷ് കണ്ണൻ, സ്കൂൾ പ്രധാനാധ്യാപിക വാഹിദ, ബീന എന്നിവർ സംസാരിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വെട്ടുക്കാട് 172 ബൂത്തിന്റെ നേതൃത്വത്തിൽ മികവ് 2025 സംഘടിപ്പിച്ചു. മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിക്കുകയും പഠനോപകരണ വിതരണവും നടത്തി. ബൂത്ത് പ്രസിഡന്റ് ബേബി തെക്കുംപുറം അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറി ജെയ്ജു സെബാസ്റ്റ്യൻ മുഖ്യപ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് ഡേവിസ് കണ്ണൂക്കാടൻ, ബ്ലോക്ക് ജനറൽ സെക്രട്ടറിമാരായ ജീവൻ, രാജേഷ് തോണിപ്പാറ, കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി KK വേലായുധൻകുട്ടി, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി കാവ്യ രഞ്ജിത്ത്, മുത്തൂർ മണ്ഡലം പ്രസിഡന്റ് ശോഭാചന്ദ്രൻ, ഷാജു തൊമ്മാന, മണ്ഡലം സെക്രട്ടറി സണ്ണി ഉഴുത്തുവാൽ, പഞ്ചായത്ത് മെമ്പർ ജിനോ TC, മുൻ പഞ്ചായത്ത് മെമ്പർ ബിന്ദു രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരുടെ കൂട്ടവിരമിക്കൽ ഇന്ന് 11,000-ഓളം സർക്കാർ ജീവനക്കാർ വിരമിച്ചു. സെക്രട്ടേറിയറ്റിൽ നിന്ന് മാത്രം 221 പേരും KSBയിൽ നിന്ന് 1022 പേരും വിരമിച്ചു. ആനുകൂല്യങ്ങൾ നൽകാൻ 6,000 കോടി രൂപ വേണ്ടിവരുമെന്നാണ് കണക്ക്. കഴിഞ്ഞ വർഷങ്ങളിലും മെയ് 31 സംസ്ഥാനത്ത് കൂട്ടവിരമിക്കൽ നടന്നിരുന്നു. കഴിഞ്ഞ മെയ് 31 10,560 പേരും വിരമിച്ചിരുന്നു. ഔദ്യോഗിക രേഖകളിലും ജനനതീയതി മെയ് 31 ആകുന്നതുകൊണ്ടാണ് ഈ കൂട്ടവിരമിക്കൽ. ഇതോടെ മെയ് 31 കൂട്ടവിരമിക്കൽ തീയതിയായി മാറുന്നു. ഈ ദിവസത്തെ കൂട്ടവിരമിക്കലിന് കാരണവും ഇതുതന്നെയാണ്. ദേശീയപാതയിലൂടെ അമിതഭാരം കയറ്റി അപകടകരമാകുന്ന രീതിയിൽ പോയ ലോറി കൊടകര പോലീസ് പിടികൂടി. വാഹനത്തിന്റെ ദൃശ്യങ്ങൾ CCTVക്ക് ലഭിച്ചു. ലോറിക്ക് 20,000 രൂപ പിഴയിട്ടു. RTO എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിന് കൈമാറി. ശനിയാഴ്ച രാവിലെ തമിഴ്നാട് രജിസ്ട്രേഷനുള്ള ലോറിയാണ് കസ്റ്റഡിയിലെടുത്തത്. അമിതഭാരം കയറ്റി ഒരു വശത്തേക്ക് ചെരിഞ്ഞ നിലയിലാണ് ലോറി മണ്ണുത്തിയിൽ നിന്ന് ചാലക്കുടി ഭാഗത്തേക്ക് ദേശീയപാതയിലൂടെ കടന്നുപോയത്. മറ്റു വാഹന യാത്രക്കാർക്ക് അപകടകരമാകുന്ന നിലയിലാണ് വാഹനം ആയിരുന്നത്. നാട്ടുകാർ വിവരമറിയിച്ച് കൊടകര പോലീസ് വാഹനം നെല്ലായിൽ വെച്ച് പിടികൂടി. തൃശൂർ RTO എൻഫോഴ്സ്മെന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ PV ബിജു, MVI K അശോക് കുമാർ, AMVI M വിനോദ് എന്നിവരുടെ നേതൃത്വത്തിൽ വാഹന ഉടമയിൽ നിന്ന് 20,000 രൂപ പിഴ ഈടാക്കി.
വനിതാ ശിശുവികസന വകുപ്പ് മുഖേന സാധുക്കളായ വിധവകൾക്കും നിയമപരമായി വിവാഹമോചനം നേടിയവർക്കും പുനർവിവാഹത്തിന് ധനസഹായം നൽകുന്ന മഗ്ദല്യ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം. 25,000 രൂപ ലഭിക്കും. 18നും 50നും ഇടയിൽ പ്രായമുള്ള BPL മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ടവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. www.schemes.wcd.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ അപേക്ഷിക്കുക. ഫോൺ നമ്പർ 0487236150. മറ്റൊരിടവേള. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. വാർത്തകൾ തുടരുന്നു. മൂർക്കനാട് ഇരട്ട കൊലപാതക കേസിൽ 1 വർഷമായി ഒളിവിലായിരുന്ന പ്രതിയെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPSന്റെ പ്രത്യേക അന്വേഷണ സംഘം ബാംഗ്ലൂരിൽ നിന്ന് പിടികൂടി ജയിലിലടച്ചു. കരുവന്നൂർ സ്വദേശി കറുത്തുപറമ്പിൽ അനുമോദിനെയാണ് പ്രത്യേക അന്വേഷണ സംഘം ബാംഗ്ലൂരിൽ നിന്ന് പിടികൂടിയത്. നിരവധി കേസുകളിൽ പ്രതിയായ കരുവന്നൂർ കറുത്തുപറമ്പിൽ മാൻഡ്രൂ എന്നറിയപ്പെടുന്ന അഭിനന്ദിന്റെ നേതൃത്വത്തിലുള്ള ഗുണ്ടാ സംഘമാണ് ആക്രമണം നടത്തിയത്. 10 പേർക്ക് പരിക്കേറ്റിരുന്നു. 1-ാം പ്രതി മാൻഡ്രൂവിന്റെ അനുജനാണ് ഇപ്പോൾ പിടിയിലായ അനുമോദ്. ഈ കേസിൽ 4-ാം പ്രതിയാണ് ഇയാൾ. കൊലപാതക ശേഷം പോലീസ് അന്വേഷണം ഊർജിതമായതോടെ നാടുവിടുകയായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. പുത്തൂർ നടത്തറ പഞ്ചായത്തുകളിൽ 2024 പ്രളയത്തിൽ വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചവർക്കുള്ള ധനസഹായം മന്ത്രി കെ രാജൻ വിതരണം ചെയ്തു. ലയൺസ് ക്ലബ് ഓഫ് മണ്ണുത്തി അഗ്രിസിറ്റി 200 പേർക്ക് വീൽ ചെയറുകൾ നൽകുന്ന ചടങ്ങ് അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്തു. കേരള NGO യൂണിയൻ PG ഏരിയ കമ്മിറ്റി നടത്തിയ വിദ്യാലയ ശുചീകരണം നടത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വെട്ടുക്കാട് 172 നമ്പർ ബൂത്ത് മികവ് 2025 എന്ന പരിപാടി സംഘടിപ്പിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.